കതിരാടും മിഴിയാലേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ. ഹലോ, ഇറ്റ്സ് വെൽക്കം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിനു. ഞാൻ റീഷ. മീഡിയ വോയിസ് ടിവിയുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത് ശംഖുമുഖത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശംഖുമുഖം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ അവരെ പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അപ്പം നിങ്ങളെല്ലാവരുടെ പേരെന്ന് പറഞ്ഞേ. അഖിൽ, അഭിരാം, കണ്ണൻ, അർജുൻ, നീരജ്, വിഷ്ണു, അജൻ, ആദർശ്. എല്ലാരും എവിടുന്ന് വരുന്നയാ? നമ്മൾ മുട്ടത്തറ കോളേജ്, കരവളം. എല്ലാവരും ഒരു കോളേജിലാണോ? എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. തീരാറായോ? ക്ലാസ് തീരാറായോ? കഴിഞ്ഞ്. അപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റൂൾസ് എല്ലാം പറഞ്ഞുതരാം. നമ്മളെ മീഡിയ വോയിസ് ടിവിയുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു 10 കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കുമ്പം ഉത്തരം പറയുന്നവർക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം റെഡിയാണോ? ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 10 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആരാണോ നേടുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസ്. അതിൽ കുറവ് ആരാണോ വാങ്ങുന്നത് അവർക്ക് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ റെഡിയല്ലേ? തുടങ്ങട്ടെ? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇതാണ്. അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി ഏതാണ്? അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി ഏതാണ്? ചിന്തിച്ചുത്തരം പറയാ. അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി ഏതാണ്? അറിയോ? അറിയോ? ഒന്ന് ആലോചിച്ചു. ഒരു ക്ലൂ കൊടുത്തേ ഷിനോ. ക്ലൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും അല്ലേ ഒരു എന്താ പറയാ, വീട്ടിന്റെ പരിസരത്തൊക്കെ അതാണ് കാണും. എന്നാ വീട്ടൊക്കെയായിരുന്നു തീർച്ചയായും അറിയും. അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ അറിയാൻ തോന്നുന്നു. ഇവിടെ എന്തായാലും ഉത്തരം കിട്ടുമെന്ന് എനിക്കൊരു തോന്നല്. ബുദ്ധിജീവിയാണെന്ന് പറയുന്ന കേട്ടോ. ആർക്കും അറിയത്തില്ലേ? എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇത് എന്തരാണ് കുസൃതി ചോദ്യം ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഒന്ന് ആലോചിച്ചു. ഒന്നുകൂടെ ചോദിച്ചു. അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി ഏതാണ്? ഒരുപാട് നാഴിയുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടൂലേ? നമ്മുടെ വീട്ടിന്റെ ഒക്കെ പരിസരത്തുള്ള ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ അങ്ങനെ എല്ലായിടത്തും കാണും. ആലോചിച്ച് നോക്കിയാ എല്ലാരും കിട്ടോ? ഞാൻ പറയട്ടെ? ഇടനാഴിന്ന് കേട്ടിട്ടുണ്ടോ? ഇടനാഴി. ആവനാഴി വരെ എത്തിയതാണ്. എന്താ പറഞ്ഞേ? ഇടനാഴി ലോക്ക്. ആവനാഴി വരെ എത്തിയതാണോ? ഇവിടെ ആവനാഴി വരെ എത്തിയതാണ്. അവിടെ വെച്ചങ്ങ് ആരും പറഞ്ഞില്ല. അപ്പൊ പോയിന്റ് ഞാൻ എടുത്തോട്ടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആര്? ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആര്? എന്തോ? ജനിക്കുന്ന തൊട്ടിട്ട് നിങ്ങൾ കയറി ഇറങ്ങുകയും ചെയ്യാണ്. ആലോചിച്ചിട്ട് ഉത്തരം പറയാ. ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആര്? ആരാണ്? ജനിക്കുമ്പോഴും അത് തന്നെയാണോ? ഒരു ക്ലൂ തരാം. നമ്മുടെയൊക്കെ എന്താ പറയാ, അതില്ലെങ്കിൽ നമ്മളില്ല. ആ ഒരു കാര്യമില്ലെങ്കിൽ നമ്മളില്ല. ഒരു ഉത്തരം ഉറപ്പിച്ചിട്ട് പറയുക. പറഞ്ഞേ. ഇവിടെ ചെറിയൊരു സംശയം. അതായിരിക്കോ? ആണല്ലേ?
അപ്പൊ എന്താ പേരെന്താ? അല്ലേ? ആണോ? കൺഫ്യൂഷൻ ഏതാണ്? അഭിരാം പറഞ്ഞത് ശ്വാസം എന്നാണ്. അഭിരാം പറഞ്ഞ ഉത്തരം ശരിയാണ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. തനി രാവണൻ 10 തലയാകുന്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്തായിരുന്നു പേരെന്തായിരുന്നു? അഭിരാം. അടുത്ത ചോദ്യത്തിലേക്കാണ്. ചോദിച്ചോ. അപ്പൊ അഭിരാമിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചോദിക്കട്ടെ. ബുദ്ധിജീവിയാണോ? കുറച്ച്. എന്തായാലും അടുത്ത ചോദ്യം. ദൂരം നമ്മൾക്ക് അളന്നു നോക്കിയിട്ട് പറയാം, എന്നാൽ തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്? ദൂരം നമ്മൾക്ക് അളന്നു നോക്കിയിട്ട് പറയാം, എന്നാൽ തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്? എന്താണ് തൊടാൻ പറ്റുന്ന ദൂരം എന്താണ്? ദൂരം നമ്മൾക്ക് അളന്നു നോക്കിയിട്ട് പറയാം, എന്നാൽ തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്? കുസൃതി ചോദ്യാണ്. എന്റെ ചോദ്യം ശ്രദ്ധിച്ചിട്ട് കേട്ടാൽ മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ദൂരം നമ്മൾക്ക് അളന്നു നോക്കിയിട്ട് പറയാം, എന്നാൽ തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്? ചതുരം. സിനിമ പേരാണ് കേട്ടോ. സിനിമ പേരും പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നാ ശരിയല്ല. തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്? അറിയില്ല. അതും അറിയില്ല. വെറുതെ ചുമ്മാണ്. എഞ്ചിനീയറിംഗിനല്ല പഠിക്കണത്. ചുമ്മാണ് ഇതൊക്കെ വെറുതെ എല്ലാം വെറുതെയാണ്. ഞാൻ അത് ഉറപ്പിച്ചു. മാറ്റൊന്നും ഇല്ല. എന്ത് പേരെന്ത്? അഖിൽ. അപ്പൊ അഖിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം സിന്ദൂരം എന്നാണ്. അപ്പൊ ശരിയായിരിക്കോ? ആണോ? ശരിയാണോ? ആണോ? അപ്പൊ ഉത്തരം പറഞ്ഞു. എന്താ പേര്? അഖിൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇതൊക്കെ എന്ത്? എത്ര പോയിന്റ് ആയി? ഒരു പോയിന്റ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4 ഭാഗമുള്ള കപ്പിന്റെ പിടി ഏത് ഭാഗത്തായിരിക്കും? 4 ഭാഗമുള്ള കപ്പിന്റെ പിടി ഏത് ഭാഗത്തായിരിക്കും? 4 ഭാഗത്തുമായിരിക്കും. കപ്പിന് 4 ഭാഗത്തുമായിരിക്കും എന്നാണ് പറയുന്നത്. 4 ഭാഗമുള്ള കപ്പിന്റെ പിടി ഏത് ഭാഗത്തായിരിക്കും? ഒരു ഭാഗത്ത്. അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു ഭാഗത്തല്ലേ വരുള്ളൂ. ഒരു കപ്പെടുക്കുമ്പോ ഒരു ഭാഗത്ത് 4 ഭാഗമുള്ള അത് ഏത് ഭാഗം ഉണ്ടാവും? ഏത് ഭാഗത്തായിരിക്കും? വലതുവശം ഇടതുവശം അങ്ങനെ. വലതാണോ ഇടതാണോ? നടുവിലാണോ? ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇപ്പുറ തിരിച്ചു വെക്കുമ്പോ അപ്പുറത്തെ ഭാഗം വരുന്നുണ്ടല്ലോ. അതല്ല ആൻസർ. അറിയോ? ഞാൻ പറയട്ടെ. എന്റെ ചോദ്യം ഇതാണ്. 4 ഭാഗമുള്ള കപ്പിന്റെ പിടി ഏത് ഭാഗത്തായിരിക്കും എന്നാണ്. ഉത്തരം ആ കപ്പിന്റെ പുറം ഭാഗത്താണ്. 2 ഭാഗമാണുള്ളത്, ഉൾഭാഗവും പുറം ഭാഗവുമാണ്. അപ്പൊ ആരും ഉത്തരം പറഞ്ഞില്ല കേട്ടോ. നാണക്കേടാണേ. വീട്ടക്കാരല്ലേ എല്ലാരും അല്ലേ? എന്തോ പറയാനാ? ഷിനു എത്ര ക്വസ്റ്റ്യൻ ആയി? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. കൈരളി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം. രാമൻകുട്ടിയുടെ അച്ഛന് 4 മക്കളാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നാമത്തെ കുട്ടിയുടെ പേര് നോർത്ത്, രണ്ടാമത്തെ കുട്ടിയുടെ പേര് സൗത്ത്, മൂന്നാമത്തെ കുട്ടിയുടെ പേര് ഈസ്റ്റ്.
അപ്പൊ നാലാമത്തെ കുട്ടിയുടെ പേരെന്താ? ചോദിക്കേണ്ട താമസം ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, മാനം രക്ഷിച്ചു അല്ലേ? ഓക്കെ, പേരെന്താ? അപ്പൊ ധീരജ് പറഞ്ഞ ഉത്തരം ശരിയാണ്. രാമൻകുട്ടി എന്നാണ് ഉത്തരം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കട്ടെ. ശരീരമായി ബന്ധപ്പെട്ട മാസം ഏതാണ്? ശരീരമായി ബന്ധപ്പെട്ട മാസം ഏതാണ്? വീട്ടുകാരാണ്, നാണം കെടുത്താതെ നോക്കിക്കൊള്ളുക. എല്ലാ മാസവും ഒന്ന് ഇങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. അത് മനുഷ്യന്റെ ഏത് ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരീരവുമായി ബന്ധപ്പെട്ട മാസം ഏതാണ്? നമ്മ ഒന്ന് ഉറക്കെ പറഞ്ഞു. ആരെന്തോ പറഞ്ഞു? അതെന്താ മെയ് എന്ന് പറയാൻ കാരണം? അതാണ് മെയ്യഴക്. അതിന് ഒരു പാട്ടുണ്ടല്ലോ, ഒന്ന് പാടിയേ. എനിക്കറിഞ്ഞൂടാ. വേറെന്തുവാ? വിഷ്ണു. അപ്പൊ വിഷ്ണു പറഞ്ഞിരിക്കുന്നത് മെയ് എന്നാണ്. ശരിയായ ഉത്തരാണ്. അപ്പൊ ഒരു പോയിന്റ് നേടിയിരിക്കും കേട്ടോ. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എന്താണ്? സന്തോഷം ആണോ? പോകുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും, വരും പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. എന്താണെന്നോ? എന്താണ്? എന്താണ്? അറിയാം, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അത് പോകുമ്പോൾ എന്തായാലും ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും, പക്ഷെ വരുമ്പോ ഭയങ്കര സന്തോഷം. പണം. പണം പോകും വരും. ഇപ്പൊ എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്തവരും ഉണ്ട്. എന്തോ ഇവിടെ മൈക്ക് കൊടുത്ത് എന്തോ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് എന്തോ. ഞാൻ കറണ്ട് എന്നാണ് പറഞ്ഞത്. ആണോ? ഉറപ്പിച്ചോ? മാറ്റമൊന്നുമില്ല. മാറ്റമില്ല. ഓക്കെ, ഉത്തരം ശരിയാണ്. കറണ്ട് എന്നാണ്. പേരെന്താ? അജൻ. അച്ഛൻ. അച്ഛൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആൻസർ ആണ്. ഒരു പോയിന്റ് വാങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പൊ എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടിൻഡു മോനോട് അച്ഛൻ കപ്പത്തോട്ടത്തിൽ വെച്ചിട്ടുള്ള എലിപ്പെട്ടികളിൽ എത്ര എലി ഉണ്ടെന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ടിൻഡു മോൻ പറഞ്ഞ ഉത്തരം അമ്മയുടെ പേരിന്റെ അത്രയും വീണച്ച എന്ന് പറഞ്ഞു. അപ്പൊ എത്ര എലികൾ വീണിട്ടുണ്ടാവും? എന്തായിരിക്കും ആ പേര്? എന്തായിരിക്കും അമ്മയുടെ പേര്? ക്വസ്റ്റ്യൻ മനസ്സിലായ? ടിൻഡു മോനോട് അച്ഛൻ ചോദിച്ചു കപ്പത്തോട്ടത്തിലെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എത്ര എലികൾ വീണെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ടിൻഡു മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരിന്റെ അത്രയും വീണച്ച എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അമ്മയുടെ പേര്? പൂർണ്ണമായിട്ട് പറ. അഞ്ജലി. അഞ്ജലി. ബുദ്ധിജീവി. ശരിയായ ഉത്തരാണ്. എത്ര പോയിന്റ് വാങ്ങി? എത്ര പോയിന്റ് ഇതും കൂടിയിട്ട്? അല്ലല്ല, ആ പേര് പറയാൻ വേറെ കാരണം കൂടെ ഉണ്ട്. എന്തോ പേര് പറയാൻ വേറെ കാരണമുണ്ട്. അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? ആകാശമൊക്കെ നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ട്. റോബസ്റ്റ്. അങ്ങനെ പറയാൻ കാരണം അറിയാ? നേരത്തെ മണി പോലെ ഉത്തരം പറഞ്ഞ ആളെ ഇപ്പൊ സൈലന്റ് ആയിപ്പോയി. എന്താ പറ്റി? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. എന്താ അങ്ങനെ പറയാൻ കാരണം? അതാണോ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം? അറിയാ ബുദ്ധിജീവി? അറിയത്തില്ല. അതാ സ്വന്തം പെണ്ണിന്റെ പേരായതാണ് പെട്ടെന്ന് അത്. ആർക്കും അറിയില്ല, ഞാൻ പറയട്ടെ. സപ്പോട്ട. പോയില്ലേ? അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇതിനെങ്കിലും നിങ്ങൾ മാനം കെടുത്തരുത് കേട്ടോ. അപ്പൊ ചോദിക്കട്ടെ, കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ?
കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? അറിയോ? കണക്ക് പഠിച്ചിട്ടില്ല? അറിയില്ല? അറിയില്ല? കണക്കിലെ രണ്ട് ശരീരഭാഗങ്ങൾ ആലോചിച്ച് നോക്ക്. എക്സും വയ്യും അല്ലേ വേണം? എന്റെ അമ്മയെ നാട്ടിച്ച് അറിയോ? കൊച്ചു കള്ളൻ. അറിയോ? കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? ഹെഡും ടീലും വേണം. ഹെഡും ടീലും കണക്കിൽ വരാറുണ്ട്. ആലോചിച്ച് നോക്ക്. സ്വന്തം ശരീരത്തിലുള്ളത് പോലും ആർക്കും അറിയത്തില്ല. കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? ക്ലു ഒന്നുമില്ല. കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? ആണോ? 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 എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല. അപ്പൊ ആർക്കും അറിയില്ലല്ലോ. ഞാൻ പറയട്ടെ. കാലും അരയും. തെറ്റിയില്ലേ? എന്താ ചെയ്യാ? അപ്പൊ ശരി. അപ്പൊ ആർക്കും പറയാൻ പറ്റിയില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുന്നു. ആർക്കും പറയാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ നടന്ന കുസൃതി ചോദ്യങ്ങളില് എല്ലാവരും ഓരോ ഉത്തരം വെച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവർക്കായിട്ട് നമ്മൾ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ 4 പേരില്ലേ? നിങ്ങൾ 4 പേരും എല്ലാവരും ഉത്തരം പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓരോ പോയിന്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈസ് എങ്ങനെ തരാം? അപ്പൊ എന്തായാലും 2 ക്വസ്റ്റ്യനോട് നമ്മൾ ചോദിക്കട്ടെ. അപ്പൊ എന്തായാലും ഉത്തരം പറയുമല്ലോ. വാങ്ങിക്കോ, ആണം കെടുത്തരുത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന കാര്യം എന്താണ്? ആണോ? പിന്നെ വോട്ടിംഗ്. ഉറപ്പ്? സംശയമൊന്നും? പേരെന്തുവാ? വിഷ്ണു. അപ്പൊ വിഷ്ണു പറഞ്ഞ ഉത്തരം ശരിയാണ്. വോട്ടെന്നാണ്. നിറഞ്ഞൊരു കൈയടി കൊടുത്തേ. വിഷ്ണു 2 ഉത്തരം പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്: രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? ആണോ? ആരോ രാമായണത്തിൽ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. മായ മാത്രം ഓർത്ത് വെക്കണം കേട്ടാ. മായയായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ. എന്തോ പറയില്ല. അതന്നെ മായ. ഭയങ്കര. ഉറപ്പാണോ? അല്ലാണ്ട് വേറെ ചുറ്റിക്കളിയൊന്നുമില്ല. ഭയങ്കരം തന്നെ. അജൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. മായ എന്നാണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കുസൃതി ചോദ്യ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നല്ല മഴയും കോളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതാണ്. ഞങ്ങൾക്കും വീട്ടിൽ പോകേണ്ടതാണ്. 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൈരടി ജുവലേഴ്സ് ആണ്. അപ്പോൾ ആ സമ്മാനം നൽകുന്നതിനായി മീഡിയ വോയിസ് ചെയർമാൻ ഹർഷകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഒരു ക്യാപ്പ് എടുത്തേ. 1ാം സമ്മാനക്കാരൻ. രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. സമ്മാനം നൽകുന്നതിലേക്കായി മീഡിയ വോയിസ് ടിവിയുടെ ബ്യൂറോ ചീഫായ അജു കെ മധുവിനെ ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനക്കാരായി അപ്പൊ ഓരോ ഉത്തരങ്ങൾ പറഞ്ഞവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. ആരല്ല പറഞ്ഞത് ഓരോ ഉത്തരങ്ങൾ? ബുദ്ധിജീവി ഉണ്ട്. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാലേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാലേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. തകതക താത്തിനും തകത്തെയ്താര തകതിനും തകത്തെയ്താരോ താത്തിനും തകതകതിനും തകതകതിനും എല്ലാവരും കഴിച്ചു. താത്തിനും തകത്തെയ്താരോ തകതിനും തകത്തെയ്താരോ താത്തിനും തകതകതിനും തകതകതിനും തകത്തെയ്താരോ. അപ്പം നമ്മുടെ പ്രോഗ്രാം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ദിവസം ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരേക്കും എല്ലാവർക്കും
ബൈ. കൈരളി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം.